ബെന്യാമിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച് മലയാളി സിനിമാ പ്രേമികൾ വളരെയധികം കാത്തിരുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. പടത്തിന്റെ ഇൻട്രോ സീൻ വളരെ ക്യൂട്ടാണ്. മണ്ണും ആകാശവും ജലവും മനുഷ്യന് ചേർന്ന് വളരെ മനോഹരമായൊരു ഫ്രെയിം. സിനിമോട്ടോഗ്രാഫി, കളർ ഗ്രേഡിംഗ് എന്നിവ പക്ക. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ബെന്യാമിന്റെ നജീബിനെയോ ആടുജീവിതമോ പ്രതീക്ഷിച്ച് ആരും ബ്ലെസ്സിയുടെ ആടുജീവിതത്തിന് ടിക്കറ്റ് എടുക്കണ്ട. ബെന്യാമിന്റെ ആടുജീവിതത്തിലുള്ള ഡെപ്തോ ഫീലോ ഇമോഷനോ ഒന്നും തന്നെ ബ്ലെസ്സിയുടെ ആടുജീവിതത്തിനോ നജീബിനോ ഇല്ല. രാജുവേട്ടന്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ പലയിടത്തും മെല്ലോ ഡ്രാമയാണ്. ഞാൻ എന്തൊക്കെയോ അഭിനയിച്ച് തകർക്കുകയാണെന്ന ഭാവം മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ചില സീനുകളൊക്കെ ഓവർ ആക്ട് ചെയ്ത് കോളമാക്കിയിട്ടുണ്ട്. ബെന്യാമിൻ എഴുതി നമ്മുടെ മനസ്സിലോട്ട് കയറ്റിവിട്ട നജീബിനെ ബ്ലെസ്സിയും പൃഥ്വിരാജും ചേർന്ന് നമ്മുടെ മനസ്സിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ കഞ്ഞിയും കറിയും കളിക്കുന്ന പോലത്തെ പെർഫോമൻസ് ആണ് രാജുവേട്ടന്റെ വക നജീബിന് കൊടുത്തിട്ടുള്ളത്. കിഡ്നി ടച്ചിങ് പെർഫോമൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നജീബിന്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ കിടിലനാണ്. അമല പോളിന്റെ സീനൊക്കെ ഗംഭീരം. അവർ തമ്മിലുള്ള ഇന്റിമസി, പ്രണയം, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് സംവിധായകൻ നമുക്ക് മുന്നിലെത്തിച്ചിട്ടുണ്ട്. പടത്തിലെ ചില ഷോട്ടുകളുടെ ഭംഗി, ചില ട്രാൻസിഷനുകളുടെ ഭംഗി, ഇതെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത്തരം ഗിമ്മിക്സുകൾ മാത്രമാണ് ആടുജീവിതം എന്ന സിനിമ. ബിഗ് ബജറ്റ് എന്ന് അവകാശപ്പെടുന്ന ആടുജീവിതം എന്ന ഈ സിനിമയിലെ ചില ഗ്രാഫിക് സീനുകളൊക്കെ ഡോറാ ബുജിയെ ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ച് കഴുകന്റെ സീനിലെ ചില ഗ്രാഫിക്സ് ഒക്കെ ഡോറാ ബുജി സ്റ്റൈലായിരുന്നു. ഇന്റർവെൽ സീനാണെങ്കിൽ അതിഗംഭീരം, ഗൂസ് ബംപ് എന്ന് തന്നെ പറയാം. രായോട്ടം കുറെ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫ്ലാഷ് ബാക്ക് സീൻ കാണുമ്പോൾ മൂപ്പര് പുഴയിലോട്ടൊക്കെ ചാടുന്ന സമയത്ത് എന്തിനാണോ കയറൊക്കെ കെട്ടിയിറക്കിയെന്ന് മനസ്സിലാവുന്നില്ല. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കയറ് കെട്ടിയിട്ടാണ് പുഴയിലോട്ട് ചാടുന്നതെന്നൊക്കെ. ഇനിയിപ്പോൾ പുള്ളി വലിയ തരത്തിലുള്ള റിസ്ക് മാത്രമേ എടുക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പടത്തിൽ കുറേ വിഷ്വൽസ് ഇട്ട ഗിമ്മിക്സുകളുണ്ട്. പക്ഷേ നമുക്ക് യാതൊരുവിധ ഇമോഷനും പൃഥ്വിരാജ് അവതരിപ്പിച്ച നജീബ് എന്ന കഥാപാത്രത്തോട് തോന്നുകയില്ല. രാജുവേട്ടന്റെ വിഗ്, പഴയ ഷർട്ട്, താടി ഇതൊക്കെ കൊള്ളാം. പക്ഷേ പൃഥ്വിരാജിന് എടുത്താൽ പൊങ്ങാത്ത കഥാപാത്രമാണ് നജീബ് എന്ന് എനിക്ക് തോന്നിയത്. ജയസൂര്യ പോലുള്ള ആക്ടേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലിൽ എത്തി നിൽക്കുന്ന കഥാപാത്രമായിരുന്നു നജീബ്. രാജുവേട്ടന്റെ ഓവർ ആക്ടിംഗ് കൊണ്ടായിരിക്കണം നജീബിന് നമുക്കുള്ളിൽ യാതൊരു ചലനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. റിയലിസ്റ്റിക് ആയ ഒരു നോവലിനെ വളരെ നാടകീയമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ആടുജീവിതം എന്ന സിനിമ. വളരെ സിമ്പിളായി പറഞ്ഞാൽ വാലിബൻ ടൈപ്പ് ഒരു ദുരന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോവൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എൻഗേജ്മെന്റ് ഈ സിനിമ കാണുമ്പോൾ തീരെ കിട്ടില്ല. കട്ടലാകാണ് ഇവിടെ. രാജുവേട്ടൻ ഈ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഇന്റർവ്യൂവിൽ വന്ന് തള്ളിമറിക്കാൻ കാണിക്കുന്ന എഫോർട്ടിന്റെ 4/1 ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നെങ്കിലും തോന്നി. പിന്നെ അതുപോലെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് കൊള്ളാം. പക്ഷേ ചില ക്രൂഷ്യൽ സീനുകളിലെ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ കലോത്സവ നാടകവേദിയിലെ പിന്നണി സംഗീതം പോലെ തോന്നി. ഈ അഭിപ്രായം തികച്ചും വ്യക്തിപരമാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു മികച്ച ഇന്റർനാഷണൽ സ്റ്റഫായിട്ടൊക്കെ തോന്നിയേക്കാം. ഒരുപക്ഷെ നോവൽ വായിച്ച് ഇതിലും മികച്ച വിഷ്വലുകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് സിനിമ വലിയ കാര്യമായി ഇഷ്ടപ്പെട്ടിട്ടില്ല. ആടുജീവിതം എന്ന് പറയുന്ന ബ്ലെസ്സി സിനിമ നജീബിന്റെ കഥ പറയുന്നതിലും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് കൊക്കക്കോളയുടെ പ്രൊമോഷൻ ചെയ്യാനാണെന്ന് എത്ര പേർ ശ്രദ്ധിച്ചു? പടത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന കൊക്കക്കോളയുടെ ബ്രാൻഡിംഗ് മുതൽ ടൈമിന് ശേഷം ക്ലൈമാക്സ് വരെ നീണ്ടു നിൽക്കുന്ന കഥാപാത്രമായി വരുന്ന കൊക്കക്കോളയുടെ കുപ്പി വരെ കൊക്കക്കോളയുടെ പരസ്യം കൃത്യമായി ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ബ്ലെസ്സിയുടെ ആടുജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നജീബിനേക്കാളേറെ പ്രാധാന്യം കൊക്കക്കോളയ്ക്ക് തന്നെയാണ്.